വിശാലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഴുവൻ ചർച്ചയും ഉണ്ടായിരിക്കുന്നത്. കാരണം 2 ദിവസം മുൻപ് ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി വിശാൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ അദ്ദേഹം ഒരു യുവാവാണല്ലോ, ആ രീതിയിൽ എന്തു പറ്റി എന്ന സംശയമാണ് എല്ലാ ചലച്ചിത്ര പ്രേമികളും ഉറ്റുനോക്കുന്നത്. കാരണം ഈ പൊതുവെ ഈ ചലച്ചിത്ര മേഖലയിലെ ഈ നടന്മാരും നടിമാർക്കുമെല്ലാം പല കാലങ്ങളിൽ ഈ അസുഖങ്ങൾ പിടിപെടുന്നത് പതിവായിരിക്കുന്നു. അവരെന്താണ് ഇത്തരത്തിൽ ഈ പണവും വലിയ ആഡംബര ജീവിതത്തിന്റെ ഭാഗമായി ഈ തങ്ങളുടെ ജീവിതം ആരോഗ്യമെന്ന് നോക്കാതെയുള്ള ഒരു ആഡംബര ജീവിതമാണോ ഇത്തരം പ്രതിസന്ധികൾക്കും ഇത്തരം ഈ ആരോഗ്യസ്ഥിതികൾ മോശമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? ആരോഗ്യസ്ഥിതി മോശമാകുന്നുള്ള കാരണം പ്രധാനമായിട്ടും അവരുടെ ആരോഗ്യം അവർ നോക്കാറില്ല എന്നുള്ളത് വേറൊരു വശമുണ്ട്. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുറം മോടിയിലുള്ള പിന്നെ ആരോഗ്യമാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ളിലുള്ള ആരോഗ്യം ക്ഷയിക്കുന്നത് ഇവർ അറിയുന്നില്ല. അപ്പോൾ കുറേ നായികമാർക്കും നടന്മാർക്കും നടിമാർക്കും ഒത്തിരി ത്വക്ക് ഉൾപ്പെടെയുള്ള ഒത്തിരി രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾ അവർ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ആദ്യമേ ഇവർ ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക്സും കാര്യങ്ങൾക്കും അമിതമായി ഉപയോഗിക്കേണ്ടി വരുന്ന, വർഷങ്ങളായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നതൊക്കെ ഇവരുടെ പുറം മോടിയിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. പക്ഷെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്ന നടന്മാരും നടിമാരും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആരോഗ്യത്തെ നമ്മൾ ഭേദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഒരു കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ നന്നായിട്ട് ബാധിക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കണം, അതോടൊപ്പം തന്നെ ചിട്ടയായിട്ടുള്ള ആരോഗ്യം. അതോടൊപ്പം ഈ വലിയ രീതിയിലുള്ള പണത്തിന്റെ വരവുണ്ടല്ലോ, അതല്ലേ ഇവരെ മദ്യപാനികളും. അതെ, അതുകൊണ്ട് അവര് പണ്ട് സുശാന്ത് സിംഗിന്റെ കേസ് തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമയായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റിൽ മരണപ്പെട്ടു അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെയുള്ള എത്രയോ സിനിമ നടിമാരും നടന്മാരും വിഷാദ രോഗത്തിനൊക്കെ അടിമപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു. പല രീതിയിലാണ് അവരൊക്കെ മരിച്ചത്. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഇവരൊന്നും ഇങ്ങനെയാണ് മരിച്ചത്. നമ്മൾ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള നമ്മുടെ കലാഭവൻ മരിച്ചതാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹത്തിനും ഇതുപോലെ വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പിൽക്കാലത്ത് പറയപ്പെട്ടിരുന്നത്. ഇപ്പം വിശാലെന്ന് പറഞ്ഞാൽ വിശാല് സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കാലത്തിന് ശേഷം സാമ്പത്തിക ബാധ്യത കാരണം പെട്ടിരുന്ന സിനിമയുടെ പ്രൊമോഷൻ, സിനിമ അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രൊമോഷന് വന്നപ്പം സംസാരിക്കുന്നതിനിടയ്ക്ക് കൈ കുഴയുന്നു, കുഴഞ്ഞു വീഴുന്ന ഒരു ഇതിലാണ്. അപ്പം ആരാധകർ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ചെറുപ്പക്കാരനായ നടൻ സ്റ്റേജിൽ ഇങ്ങനെ കുഴഞ്ഞു വീണങ്ങനെ നിൽക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര എന്താണ് അതിൻ്റെ പിന്നിൽ. അപ്പം അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹമല്ല അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിഷാദം ഉണ്ടായിരുന്നു, പിന്നെ പനിയും കടുത്ത തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോലും അദ്ദേഹം മനസാന്നിധ്യം കൈവിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം എപ്പോഴും ഒരു കാലത്ത് ഇപ്പോഴാണല്ലോ ഈ നമ്മുടെ എല്ലാ സിനിമയിൽ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ, അതോടൊപ്പം തന്നെ ടൊവിനോ, അത്തരം ജിമ്മന്മാർ വരും മുമ്പ് തന്നെ പല സിനിമകളിലും നാം ഈ വിശാലിനെ കണ്ടിട്ടുണ്ട്. തമിഴ് സിനിമ പിടിച്ചു കുലുക്കിയിട്ട് നടനായിരുന്നു. കാരണം ശരീരം നല്ലതായിട്ട് ശരീരം നോക്കിക്കൊണ്ടിരുന്ന ഒരു നടനായിരുന്നു. നല്ല അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരുപാട് വിവാദങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും ആരാധക വൃന്ദങ്ങൾക്കിടയിലും നിറഞ്ഞു നിന്നൊരു താരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം താരങ്ങളുടെ ഓരോ ചലനങ്ങളും ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഭക്ഷണ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ വെക്കുന്ന ഒരാളാണെന്ന്. പക്ഷെ ഈ അടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കും, പക്ഷെ വേറെ എവിടെയെങ്കിലും വെളിയിൽ പോയി കഴിയുമ്പോൾ കപ്പയും മീനും കാണുമ്പോൾ ഞാൻ കഴിക്കും, ശ്രദ്ധിക്കുന്നു എന്നുള്ളത് പുള്ളി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫോളോ ചെയ്യണം, ഒരാളെ നമ്മൾ പകർത്തണമെന്നല്ല പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അവനവന്റെ നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും അവരവരുടെ ആരോഗ്യത്തിന് മെച്ചപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഈ വിശാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ
വിശാലിന് അസുഖം ഇങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം സിനിമ ഒരു പ്രൊമോഷൻ വന്നപ്പോഴത്തേക്കൊരു വന്ന സമയത്താണ് അസുഖത്തെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹത്തിന് വേറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊന്നും ഇതുവരെ എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടിട്ടില്ല. ശരത് കുമാറിന്റെ ഒരു സിനിമാ ജീവിതത്തെ എടുത്ത് നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിജയങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിനും ഇതുപോലെ ഇടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടായെന്നായിട്ടുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് അവിടുത്തെ ഓരോ ആൾക്കാരുടെയും ആരാധകർക്ക് നല്ല ആശങ്കയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യക്തമായിട്ട് ഇത് വെളിപ്പെടുത്തുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആൾക്കാർക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനിയും വരുന്ന തലമുറയ്ക്ക് അത് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നിരാശ ബാധിച്ചേക്കാം. പണം ഉണ്ടായാലും അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പണ്ട് ചിമ്പുവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളെല്ലാം ഉണ്ടായി. അതെ, വിഷാദം. അതെ, ചിമ്പു കാരണം അദ്ദേഹത്തിന്റെ സിനിമയെല്ലാം നിരന്തരം പരാജയപ്പെടുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഈ സിനിമാ മേഖലയിൽ നിന്ന് കുറച്ചു നാൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിൽ പലരെയും ഇത്തരം രോഗങ്ങൾ ഇപ്പൊ ഈ സൂപ്പർ നായികമാരായിട്ടുള്ള സാമന്തയ്ക്കും രശ്മിക്കും വരെ അത് ആൻഡ്രിയ, അന്യ റസൂലിലൊക്കെ ഭയങ്കര നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നായികയായിട്ട് മാറിയ ആൻഡ്രിയക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ, ത്വക്ക് രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മമത മോഹൻദാസിന്റെ ക്യാൻസർ, അതൊക്കെ ഒരുപാട് ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ക്യാൻസർ ഒക്കെ ബാധിച്ച് എത്രയോ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വന്ന നടിമാരൊക്കെയാണ്. അപ്പം ആരോഗ്യ സംവിധാനം എന്ന് പറയുമ്പം അവർക്ക് എപ്പോഴും ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ തിളങ്ങി നിൽക്കാം എന്നുള്ളതിന്റെ ബേസിക് സാധനങ്ങൾ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അതല്ലാതെ ഈ ശരിയായ ആരോഗ്യം വേണമെന്ന് അവർ തന്നെ ശാഠ്യം പിടിക്കുന്നില്ല. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ സാമന്ത എടുത്ത് നോക്കൂ, സാമന്തയുടെ മുഖം ഷേപ്പാണ്. ഇപ്പൊ സംയുക്ത മേനോൻ നോക്കുന്നു, പിന്നെ അതുപോലെ അനുഷ്ക ശർമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ട് സാമന്ത് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുകൾ വരെ വന്നിരുന്നു. കാരണം സർജറി, മുഖത്ത് നടത്തുന്ന കുറെ സർജറികളും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് ശ്രദ്ധ. എങ്ങനെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്താം. ഇതിന് ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഈ അടുത്ത് 2024 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാശ്ചാത്യ സിനിമയാണ്. അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റാർഡം ഉള്ളൊരു സ്ത്രീക്ക് ഈ IFFKയിലും പ്രദർശിപ്പിച്ചൊരു സിനിമയായിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയായിരുന്നു. സ്റ്റാർഡം ഉള്ളൊരു നടിയുടെ അവസ്ഥയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അത് പോകും എന്ന് വിചാരിച്ച് അവരൊരു സ്വയം ഒരു ശസ്ത്രക്രിയക്ക് ശാസ്ത്രീയമായ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് വെച്ചാൽ അവളിലൂടെ തന്നെ വേറൊരു സ്ത്രീ പുറത്തു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവളുടെ നട്ടല് കീറി അതിനകത്തുനിന്ന് പുതിയൊരു പെണ്ണ് വരുന്നു. ആ മറ്റേ പെണ്ണ്, ആ നമ്മുടെ പഴയ നായിക 50 വയസ്സ് കഴിഞ്ഞു പോയതുകൊണ്ട് അവർക്ക് ചാൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ ഇതിന് അവരുടെ മനസ്സുകൊണ്ട് അവർ പ്രായമായെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സ്റ്റാർഡം പോകുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്കും സംഭവിക്കാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതേ മാനസികാവസ്ഥയിലേക്കാണ് ഇവരും പോകുന്നത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ആ ഒരു അവസ്ഥ, നമ്മുടെ സ്റ്റാർഡം പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ പഴയ ഒരു ചെറുപ്പകാലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, മുഖത്തിന് ഷേപ്പ് മാറ്റാമോ, താടിയെല്ല് മാറ്റാമോ, മുടി മാറ്റാമോ, ഫിക്സ് ചെയ്യാമോ, അങ്ങനെ ഓരോ കാര്യങ്ങളും അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവരുടെ പൈസ ഉള്ളത് കൊണ്ട് അവർക്ക് വെളിയിൽ എവിടെയെങ്കിലും പോയി ഇതൊക്കെ മാറ്റി വെച്ച് ഓരോന്നൊക്കെ ചെയ്യാം. ഇപ്പൊ മോഹൻലാൽ, നമ്മൾ പഴയ മോഹൻലാലിനെ ഒരുപാട് ആരാധിച്ചിരുന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ മോഹൻലാലിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല. ഇങ്ങനത്തെ ഒരു മുഖ ഷേപ്പുള്ള മോഹൻലാലൊന്നും നമുക്ക്, പൊതുവെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഴയ മോഹൻലാൽ, 90s മോഹൻലാലിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ ഇപ്പോഴത്തെ മോഹൻലാൽ നമ്മുടെ പഴയ മോഹൻലാലോട്ട് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവർ ഈ ശസ്ത്രക്രിയക്കും കാര്യങ്ങൾക്കും വിധേയരാകുന്നതിന്റെ കാര്യം ഈ സ്റ്റാർഡം അവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അത് എപ്പോ പോകുന്നു അപ്പൊ നമുക്ക് ആ ഒരു ഡിപ്രഷൻ അടിച്ചു തുടങ്ങും. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഈ വിശാലിന്റെ കേസിൽ അതാവണം എന്ന് തന്നെയില്ല. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുക എന്നുള്ളതായിരിക്കും വിശാലിന്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വിഷാദ രോഗം പോലുള്ള കടുത്ത രോഗങ്ങൾ പിന്നെ സിനിമാ താരങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, എന്തായാലും വിശാൽ വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്
ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ.